ഫോൺ വീണാ പോയി ഗൈസ്. ഇപ്പം എല്ലാം ഇപ്പം തീർന്നേനെ. എന്താ ഒരു ശരിയൊക്കെ പറ്റാറ്, അതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ഭാഗ്യട്ടോ ഇത് ഇങ്ങനെ പിടിച്ചോണ്ട് നന്നായില്ലേ. ഇപ്പം വീണ തവിട് പൊടിയായേനെ. ഒരു പൂച്ച അതാ വരുന്നു. പൂച്ച ഇവിടുത്തെ കണ്ടനാണ്. കണ്ടനാണോ? കണ്ടം പൂച്ച കിണ്ടുക്കിടുക. രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തിരി കൊറിയർ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അതിനുവേണ്ടി ഞങ്ങളിതാ കുരട്ടി പോസ്റ്റ് ഓഫീസിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ പോസ്റ്റ് ഓഫീസിലെ നെറ്റ്വർക്ക് ഒന്നും ശരിയാവണില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നേരെ വന്ന പോലെ തന്നെ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഫുൾ നാക്കുളുക്കലാണ്. പിന്നെ ഞങ്ങൾ നേരെ തന്നെ ചാലക്കുടി പോസ്റ്റ് ഓഫീസ് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാം കൊടുത്ത് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ചിറ്റയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണിൽ ഓരോന്നിങ്ങനെ നോക്കി എന്തെങ്കിലും ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബാക്കി ഇങ്ങനെ പറയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പൂക്കി ദ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഷെയ്ക്കൊക്കെ അടിച്ച് പിന്നെ ഒന്ന് സിനിമയ്ക്ക് പോകാമെന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വലുതായിട്ട് പ്ലാനൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. പോസ്റ്റ് ഓഫീസിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ സിനിമയ്ക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് ഡി സിനിമാസിൽ പോയിട്ട് 1000 വർണ്ണത്തിലായിരോ 1000 ആശകളോ അങ്ങനെ എന്തോ ഒരു സിനിമയ്ക്ക് പോയിട്ട് അങ്ങനെ എന്തോ ഒരു സിനിമ തന്നെയായിരുന്നു. ആശാശരത്തും ജയറാമൊക്കെയുള്ള ഒരു സിനിമയായിരുന്നു. രസമുണ്ടായിരുന്നു കേട്ടോ. വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. നല്ല മൂവിയായിരുന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്നിട്ട് പോപ്കോണും മറ്റു സാധനങ്ങളൊക്കെ തിന്ന് വേഗം അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് ഇല്ലത്തേക്ക് എത്തണ്ടേ. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഞങ്ങൾ സിനിമയൊക്കെ നന്നായി ആസ്വദിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിട്ടുള്ള ഡ്രസ്സിൻ്റെ ലിങ്ക് റൈറ്റ് സൈഡിൽ ടാഗ് ചെയ്യാം.